ജോലി പ്രൊമോഷനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് പരാതി. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിനെതിരെ കേസെടുത്ത് പോലീസ്. പ്രാദേശിക ലീഗ് നേതാവ് അബ്ദുൾ റഷീദിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അരിയൂർ ബാങ്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരിക്കവേ ക്ലാർക്കായി ഉദ്യോഗക്കയറ്റം ലഭിക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് കേസ്. ഗഫൂറിനെ ഡീപ്രൊമോട്ട് ചെയ്ത് അധിക ശമ്പളം തിരികെ പിടിച്ചെന്ന് സഹകരണ രജിസ്ട്രാർ പറഞ്ഞു. എന്നാൽ ലഭിച്ച പ്രൊമോഷൻ താൻ സ്വന്തമായി വേണ്ടെന്ന് വെച്ച് പണം തിരികെ അടച്ചെന്നാണ് ഗഫൂറിന്റെ വിശദീകരണം. പ്രൊമോഷൻ തന്നത് ഞാനായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻ എനിക്ക് തന്നു. സർട്ടിഫിക്കറ്റ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിച്ച് ക്ലിയറൻസ് തന്നിട്ടാണ് പ്രൊമോഷൻ തരേണ്ടത്. പക്ഷെ അത് നമ്മളെ വിശ്വാസ പ്രകാരം എനിക്ക് പ്രൊമോഷൻ തന്നു. ബാങ്ക് അത് പ്രകാരം കൺഫർമേഷൻ അയച്ചപ്പോൾ കൺഫർമേഷൻ ലെറ്റർ വന്നില്ല. അത് വരാത്ത സാഹചര്യത്തിൽ ഞാൻ ഡീപ്രൊമോട്ട് ചെയ്തു. കാരണം ഒരിക്കലും ഞാനത് ആരെയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആരെയും ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ സംഗതി ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായാണ് ഇന്ന് അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, ഇതിപ്പോൾ യൂത്ത് ലീഗിന് ഒരല്പം മോശം ടൈമാണെന്ന് തോന്നുന്നു. ഒന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ തുടരെ വരികയാണല്ലോ. എന്താ ഇതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, ഇത് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു വിഷയമാണ്. അതായത് 2012-2014 കാലയളവിലാണ് അരിയൂർ സഹകരണ ബാങ്കിൽ LDC, അതായത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായി വർക്ക് ചെയ്തിട്ടുള്ള ഇവർ ഇത്തരത്തിൽ മഗധ യൂണിവേഴ്സിറ്റി, ബീഹാറിലുള്ള മഗധ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊമോഷനായി ഹാജരാക്കുന്ന ക്ലർക്കായി അതിനുശേഷം പ്രൊമോഷൻ ലഭിക്കുകയും ശമ്പളം വാങ്ങുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നീട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അത്തരത്തിലൊരു കോഴ്സ് ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായ പരിശോധനയിൽ ഇത്തരത്തിൽ വകുപ്പ് തല പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതോടുകൂടി ഈ കാര്യത്തിൽ നടപടി ഉൾപ്പെടെ ഉണ്ടാകുകയും ഈ പ്രൊമോഷൻ തടയുകയും അതോടൊപ്പം തന്നെ ഈ ശമ്പളമായി ലഭിച്ച പണം തിരികെ പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നീട് ഈ രജിസ്ട്രാർ തന്നെ ഇത്തരത്തിൽ പോലീസിന് പരാതി നൽകുകയും ഇപ്പോൾ പോലീസ് ആ പരാതിയിൽ 2 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗഫൂർ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഉൾപ്പെടെയുള്ള ആൾ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചു എന്ന ഗൗരവമായിട്ടുള്ള ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗഫൂറിനോട് തന്നെ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു സെൻറ്ററിനെ സമീപിച്ചു. ആ സെൻറ്റർ തന്നെ കബളിപ്പിച്ചതാണെന്ന് തനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നുള്ള കാര്യത്തിൽ തനിക്കും സംശയമുണ്ടെന്നാണ് ഗഫൂർ പറയുന്നത്. മാത്രമല്ല, ഈ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തനിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. താൻ തന്നെ ഇത് സ്വന്തമായി വേണ്ടെന്ന് വെച്ചതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ശരി, നന്ദി അജിത്ത. വിവരങ്ങൾക്ക് കുറെ കൂടെ ദൃശ്യങ്ങളും വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ബുള്ളറ്റിൽ കൂടെ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം.